നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു രണ്ടാം മെഡിക്കൽ കോളേജ് കേൾക്കുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ള കാര്യത്തിലൊരു സംശയവും ഉണ്ടായിരിക്കാം. പക്ഷേ കാര്യം സത്യമാണ്. 2016 തന്നെ ഓൾമോസ്റ്റ് അത് സംഭവിക്കേണ്ട പല ഒരു സ്റ്റേജസിലേക്കും അത് എത്തിയിരുന്നെങ്കിലും പല പൊളിറ്റിക്കൽ റീസൺസ് കാരണം അതവിടെ സ്റ്റക്കായി പോയി എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. നമ്മളിന്ന് കണ്ട് മനസ്സിലാക്കാൻ പോകുന്നതും അതുപോലെ തന്നെ അറിയാനായിട്ട് പോകുന്നതും എന്താണ് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത് തന്നെയാണ്. 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ സ്വന്തം ജനറൽ ഹോസ്പിറ്റലിൻ്റെ സെയിം കോമ്പൗണ്ടിൽ ഈ തരത്തിലൊരു മെഡിക്കൽ കോളേജ് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് അതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുകയും അതുപോലെ തന്നെ ആവശ്യമായ എല്ലാ അപ്രൂവൽസും നേടിയെടുത്ത് 2016 തന്നെ അതിൻ്റെ പ്രവർത്തനവും ആരംഭിക്കേണ്ടിയിരുന്നത് തന്നെയാണ്. പക്ഷേ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം നടത്താത്തത് മുതലാണ് അതിനുള്ള തിരിച്ചടി സംഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതെല്ലാം രേഖകളാണ്, ഒരു രീതിയിലും എൻ്റെ അസംഷൻസ് അല്ല ഞാനിവിടെ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ആ സമയത്ത് കൃത്യമായ രീതിയിൽ MBBS പ്രവേശനം നടത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് രണ്ടാമതായിട്ടൊരു മെഡിക്കൽ കോളേജ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ച് 10 വർഷത്തോളം കഴിയേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഈ വാർത്തയ്ക്ക് പ്രസക്തി എന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ, പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം ഓൾമോസ്റ്റ് പ്രവർത്തനം ആരംഭിക്കേണ്ടിയിരുന്ന സ്ഥിതിയിൽ നിന്ന് നിലച്ചുപോയ അവസ്ഥയിൽ നിന്ന് അതിനെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ്റിൻ്റെ പുതിയ പോളിസീസ് വന്നതായിട്ട് അറിയാൻ പറ്റിയിട്ടുള്ളത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കീഴിൽ തന്നെയുള്ള ജനറൽ ഹോസ്പിറ്റലിൻ്റെ അതേ ബിൽഡിങ്ങിൽ തന്നെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും പുതിയതായിട്ട് വരേണ്ട അഡീഷൻസ് വരുത്തുകയും ചെയ്ത് നമ്മുടെ തന്നെ ആരോഗ്യമന്ത്രിയായ വട്ടിയൂർക്കാവിൻ്റെ സ്വന്തം MLA K മുരളീധരൻ അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. 2016 ഗവൺമെൻറ്റിന് കീഴിൽ മെഡിക്കൽ കോളേജിന് വേണ്ടി 5 നിലകളിലായി 1,38,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് ആ സമയത്ത് നിർമ്മിച്ചിരുന്നത്. പ്രിൻസിപ്പൽ അതുപോലെ തന്നെ സൂപ്രണ്ട് 110 പ്രൊഫസർ തുടങ്ങി എല്ലാ തസ്തികയും സൃഷ്ടിച്ച് നിയമനവും ആ സമയത്ത് നടത്തിയിരുന്നു എന്നറിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കായിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് ലഭിക്കേണ്ട ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് വലിയൊരു മൈൽ സ്റ്റോൺ തന്നെ ആവേണ്ടായിരുന്നു. അത് സൗകര്യങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും ശരി, ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിച്ച് കഴിഞ്ഞാലും. കാരണം ഇത്രത്തോളം സജ്ജീകരണങ്ങൾ ചെയ്തതിന് ശേഷം അത് നിലച്ചുപോയി എന്ന് പറയുന്നത് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് പിന്നാലെ ദേശീയ മെഡിക്കൽ കമ്മീഷനും മറ്റ് കേന്ദ്ര സർക്കാർ ഏജൻസികളും പരിശോധനകളെല്ലാം നടത്തി മെഡിക്കൽ കോളേജിന് കൃത്യമായ രീതിയിൽ അപ്രൂവൽ അന്ന് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2016 ഫെബ്രുവരി 25 ആ സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മെഡിക്കൽ കോളേജിന് ഉദ്ഘാടനവും നിർവഹിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി അനുസരിച്ച് വർഷം 100 MBBS സീറ്റുകളാണ് ആ സമയത്ത് അലോട്ട് ചെയ്തിരുന്നത്. അപ്പോഴാണ് പ്രവർത്തനം ആരംഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 600 ഡോക്ടേഴ്സ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങേണ്ടിയിരുന്നു എന്നുള്ളതും വസ്തുത തന്നെയാണ്. വർഷങ്ങളോളം അടഞ്ഞു കിടക്കുന്ന മെഡിക്കൽ കോളേജിൻ്റെ ആ ബിൽഡിംഗ് ഇപ്പോൾ ട്രോമ കെയർ പരിശീലന കേന്ദ്രമായി പ്രവർത്തിക്കുന്നു എന്നറിയുന്നതും വളരെയധികം സങ്കടം തരുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞുപോയ നഷ്ടത്തിനെക്കുറിച്ച് ഇനി സംസാരിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ ഈ പറഞ്ഞ പോയിന്റിനെ ഒരു രീതിയിലും പൊളിറ്റിക്കലായി എടുക്കാതെ ഇനി എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം. കാര്യം എത്രയും പെട്ടെന്ന് ആവശ്യമായ മറ്റ് നടപടികൾ പൂർത്തിയാക്കി ഈ മെഡിക്കൽ കോളേജ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഇവിടെ സംസാരിക്കാം. മറ്റൊരു കണ്ടന്റുമായിട്ട് കാണാം. താങ്ക് യു.